പഴയ നിയമവും പുതിയ നിയമവും. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. പുതിയത് എന്ന് പറയുന്നത് തന്നെ ആദ്യത്തേതിനെ പഴയതാക്കുന്നു. പഴയത് ഉണ്ടായിരുന്നതിനാലാണ് അതിൽ നിന്നും ഒരു പുതിയത് രൂപപ്പെട്ടത്. പഴയ നിയമം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് മോശയിലൂടെ ലഭിച്ചതായിരുന്നു. കൽപ്പനകളും ചട്ടങ്ങളും അടങ്ങിയതായിരുന്നു. യാഗങ്ങളും ആചാരങ്ങളും പ്രധാനമായിരുന്നു. അത് മനുഷ്യൻ്റെ അനുസരണത്തിൽ ആശ്രയിച്ചിരുന്നു. എന്നാൽ മനുഷ്യൻ ദുർബലനായതിനാൽ പൂർണ്ണമായി നിയമം പാലിക്കുവാൻ കഴിഞ്ഞില്ല. പഴയ നിയമം പാപം കാണിച്ചു തരുന്നു, ശിക്ഷയെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ പാപത്തെ നീക്കുവാൻ കഴിഞ്ഞില്ല. യാഗങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യമായിരുന്നു. പഴയ നിയമം കൽപ്പലകകളിൽ എഴുതി, എന്നാൽ പുതിയ നിയമം ഹൃദയങ്ങളിൽ എഴുതി. കൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു പുതിയ വഴി തുറന്നു. എന്നാൽ പുതിയ നിയമം യേശുക്രിസ്തുവിലൂടെ സ്ഥാപിതമായി. കൃപയും സ്നേഹവും അടിസ്ഥാനമാക്കി. പുതിയ നിയമത്തിൻ്റെ കേന്ദ്രബിന്ദു യേശുക്രിസ്തു തന്നെയാണ്. എല്ലാവരുടെയും പാപത്തിനായി യേശു യാഗമായി. പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം യേശു വരുത്തുകയും ദൈവത്തോട് നേരിട്ട് ബന്ധം നൽകുകയും ചെയ്തു. അതിനാൽ ഇടനിലക്കാരായി ഒരു മഹാപുരോഹിതൻ്റെയും ആവശ്യം നമുക്കില്ല. പഴയ നിയമം താൽക്കാലികമായിരുന്നു, എന്നാൽ പുതിയ നിയമം ശാശ്വതമാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമം പ്രവർത്തികളിലൂടെ വിടുതലെങ്കിൽ പുതിയ നിയമം യേശുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് വിടുതൽ നൽകുന്നു. ആകയാൽ ഇന്ന് നാം നിയമത്തിൻ്റെ ഭാരത്തിലല്ല, കൃപയുടെ സ്വാതന്ത്ര്യത്തിലാണ്.